നാഗകന്യക സീസൺ 7 ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം പ്രൊഫസർ നാഡി ക്ഷേത്രത്തിൽ പൂജാരി പറഞ്ഞു കൊടുത്തതനുസരിച്ച് അനന്ത എവിടെയാണെന്നുള്ളതെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം ശാലിനി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ ശത്രുരാജ്യത്ത് നിന്ന് ചിലർ നമ്മുടെ രാജ്യത്ത് കയറിയിട്ടുണ്ടെന്നും അവർ ചില വീടുകളിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ളവരെ കൊന്ന് അവരുടെ ഐഡന്റിറ്റി സ്വന്തമാക്കുകയാണെന്നും പറയുന്നത് കേട്ട് പേടിച്ചിരിക്കുകയാണ് ശാലിനി. ഈ സമയം ശാലിനിയുടെ ഹസ്ബൻഡ് ശാലിനിയോട് പർമിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിൽ പോയപ്പോൾ വീട് പൂട്ടിയിരിക്കുകയാണ്, പെട്ടെന്നൊന്നും പറയാതെ അവരെല്ലാവരും എവിടേക്കാണ് പോയതെന്ന് പറയുന്നത് കേൾക്കുന്ന ശാലിനി ടി വി കാണിച്ചിട്ട് ന്യൂസ് കേൾക്കാൻ പറയുകയാണ്. അപ്പോൾ അവിടെ പ്രൊഫസർ വരികയും പ്രൊഫസർ കാളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്ന ശാലിനി പേടിക്കുകയാണ്. അപ്പോൾ ശാലിനിയുടെ ഹസ്ബൻഡ് പർമിയെ ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ശാലിനി ഡോറിന്റെ അടുത്ത് പോയി ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ തുഷാറാണെന്നും സയന്റിസ്റ്റ് ആണെന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ശാലിനി ന്യൂസിൽ കേട്ടത് ഓർമ്മിച്ച് ഡോർ തുറക്കാതെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശാലിനിയുടെ അടുത്ത് വരുന്ന ഹസ്ബൻഡ് ശാലിനിയോട് ഞാൻ ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനി തടയുകയാണ്. ശാലിനി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അദ്ദേഹം ഡോർ തുറക്കുകയാണ്. ഡോർ തുറക്കുന്ന ഗിരിയോട് പ്രൊഫസർ അനന്തയെ കാണണമെന്നും അനന്തയോട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ഗിരി അങ്ങനെ പേരുള്ള ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പ്രൊഫസർ അവരോട് അനന്തയ്ക്ക് മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നും നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കണമെന്നും ശത്രുക്കൾ നമ്മുടെ രാജ്യത്ത് കയറി കഴിഞ്ഞു എന്നും അവൾക്ക് മാത്രമേ നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതും ആ സമയം ആ വഴി പോകുന്ന ടെററിസ്റ്റ് ആയ ആ 4 പേർ സയന്റിസ്റ്റ് പറയുന്നത് കേട്ട് കാർ നിർത്തുകയാണ്. അപ്പോൾ പ്രൊഫസർ പറഞ്ഞതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഡോർ അടയ്ക്കുകയാണ്. പ്രൊഫസർ പറഞ്ഞത് കേട്ട അവർ ആര് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വരുമെന്നാണ് അയാൾ പറഞ്ഞത്, നമുക്ക് അറിയണമെന്ന് പറഞ്ഞ് അവർ പ്രൊഫസറെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശാലിനി ഏത് അനന്തയെക്കുറിച്ചാണ് അയാൾ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ വീണ്ടും കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അയാൾ പിന്നെയും വന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഡോർ തുറക്കുമ്പോൾ അവശയായ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. അത് വേറെ ആരുമല്ല, നാഗകന്യക സീസൺ 6 പ്രഗതിയാണ്. പ്രഗതി അവരോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. തുടർന്ന് പ്രഗതിക്ക് പെയിൻ വരികയും അവർ പ്രഗതിയെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും ശേഷം പ്രഗതി പ്രസവിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിനെ പ്രഗതിയുടെ അടുത്ത് കിടത്തുമ്പോൾ പ്രഗതി അവരോട് മകളാണെന്ന് അറിയാമെന്നും ഞാൻ രക്ഷപ്പെടില്ല എന്നും പറയുകയാണ്. എന്നിട്ട് അവരോട് നിങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തണം, ഇത് മഹാദേവന്റെ തീരുമാനമാണ്, മഹാദേവനാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു വിട്ടത്, ഒത്തിരി പേർ ഇവിടെ കൊല്ലാൻ വേണ്ടി ഇവിടെ അന്വേഷിച്ച് വരും, പക്ഷേ നിങ്ങൾ ഈ കുഞ്ഞിനെ രക്ഷിക്കണം. എന്നിട്ട് പ്രഗതി എന്റെ മകളുടെ പേര് അനന്ത എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ്. ആ പേര് കേൾക്കുന്ന അവർക്ക് കുറച്ച് മുമ്പ് വന്ന ആൾ പറഞ്ഞ പേരും അനന്ത എന്ന് പറഞ്ഞത് ഓർമ്മ വരികയാണ്. മറുവശത്ത് പ്രൊഫസറെ കെട്ടിയിട്ട് അടിക്കുകയാണ്. എന്നിട്ട് പ്രൊഫസറോട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആരാണ് വരുന്നതെന്ന് ചോദിച്ച് അവരെല്ലാവരും പ്രൊഫസറെ അടിക്കുകയാണ്. അവസാന പ്രൊഫസർ അവരോട് എപ്പോൾ ദുഷ്ടശക്തികൾ ഈ രാജ്യത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നല്ല ശക്തികളും വന്നിട്ടുണ്ട്. അത് സ്ത്രീയുമല്ല പുരുഷനുമല്ല മനുഷ്യനുമല്ല മൃഗവുമല്ല മാലാഖയുമല്ല രാക്ഷസനുമല്ല, പക്ഷേ അവർ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭക്ത അനന്തകുലത്തിലെ നാഗറാണി ഇച്ഛാധാരിയായ നാഗം അവൾ വരുമെന്ന് പറഞ്ഞ് പ്രൊഫസർ മരിക്കുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന അവർ വയലന്റായി അത് ആരാണെന്ന് ചോദിച്ച് അലറി വിളിക്കുകയാണ്. അടുത്ത സീനിൽ 24 വർഷത്തിന് ശേഷം ന്യൂഡൽഹിയാണ് കാണിക്കുന്നത്. ഈ സമയം അനന്ത പോകുന്നത് കാണിക്കുകയാണ്. അനന്തയുടെ മുഖം കാണിക്കുന്നില്ല. മാർക്കറ്റിലുള്ള എല്ലാവരും അനന്ത പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അനന്ത പോകുമ്പോൾ എല്ലാവരും വഴിമാറി കൊടുക്കുന്നു. ഈ സമയം ഒരു പാമ്പാട്ടി നാഗത്തിലെ ബോക്സിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അനന്ത അടുത്തുകൂടി പോകുന്നത് കാണുന്ന നാഗം ബോക്സിൽ നിന്ന് പുറത്ത് വരികയും അടുത്തുകൂടി പോകുന്ന അനന്തയെ നോക്കിയിട്ട് നാഗം അനന്തയുടെ പുറകെ പോവുകയാണ്. നാഗം വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു ഓടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അനന്തയുടെ മുമ്പിൽ വരുന്ന നാഗത്തിനെ അനന്ത കയ്യിൽ എടുക്കുകയാണ്. അപ്പോൾ ആ നാഗം അനന്തയെ നോക്കി തല വണങ്ങി നിൽക്കുകയാണ്. എല്ലാവരും അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയം അനന്തയുടെ മുഖം കാണിക്കുകയാണ്. അനന്ത നാഗത്തിനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ വരുന്ന പാമ്പാട്ടി അനന്തയോട് നാഗത്തിനെ ബോക്സിലാക്കിയില്ല എങ്കിൽ നാഗം എല്ലാവർക്കും ആപത്ത് വരുത്തി വെക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അനന്ത ശേഷനാഗങ്ങൾ ഈ ലോകത്തിനെ തന്നെ അവരുടെ ഫണത്തിൽ ചുമക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അവരെ ഈ ബോക്സിന്റെ അകത്താക്കി വെക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അനന്ത ആ നാഗത്തിനെ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ ആ നാഗം ഇഴഞ്ഞ് ശിവലിംഗത്തിന്റെ മുകളിൽ കുടിയായി നിൽക്കുകയാണ്. അത് കണ്ട് അത്ഭുതം തോന്നുന്ന എല്ലാവരും തൊഴുത്ത് നിൽക്കുകയാണ്. സന്തോഷം തോന്നുന്ന അനന്ത അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അനന്തയുടെ അടുത്ത് വരുന്ന നെബേഴ്സായ 2 പേർ അനന്ത നാഗത്തിനെ പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞ് അനന്തയെ പൊഴുത്തി ഓരോന്നും പറയുകയാണ്. അവർ സംസാരിക്കുന്നതിനിടയിൽ അനന്തയുടെ അനിയത്തി പൂർവിയുടെ കാര്യം പറയുമ്പോഴാണ് അനന്ത പൂർവിയുടെ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ സമയം പൂർവിയെ കാണിക്കുകയാണ്. പൂർവിക്ക് ഒരു പ്രത്യേക ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പൂർവി മറന്നുപോയതെല്ലാം കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ ബുക്കിൽ എഴുതി വെക്കും. പൂർവി എപ്പോഴും സ്വെറ്റർ ഇടും, മുടി 2 കൊമ്പ് പിന്നെ കെട്ടി ഫ്രണ്ടിൽ ഇടും, ഇടയ്ക്കിടയ്ക്ക് ഇൻഹൈലർ ഉപയോഗിക്കും.